വാക്സിനേഷൻ എടുത്തിട്ടും മലപ്പുറത്ത് 5 വയസ്സുകാരിക്ക് പേവിഷബാധ. കഴിഞ്ഞ മാർച്ച് 29-നാണ് കുട്ടിയുടെ കാലിലും കഴുത്തിലുമായിട്ട് പേപ്പട്ടി കടിക്കുന്നത്. അതിനുശേഷം വാക്സിനൊക്കെ എടുത്തു. പക്ഷേ ഇന്ന് ഏപ്രിൽ 28-ന് കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതിനുശേഷം ഫാമിലി ഹോസ്പിറ്റലിന് നേരെ അലിഗേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. എനിവേ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചില കമന്റുകളെ പറ്റിയിട്ടാണ്. വളരെയധികം രൂക്ഷമായിട്ട് കുട്ടിയുടെ റിലീജിയനെ പറ്റി വിമർശിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു കേരള ഹെൽത്ത് കെയർ സിസ്റ്റം ഇതാണോ നമ്പർ 1 സിസ്റ്റം, ഇതൊക്കെ ചുമ്മാ ഉഡായിപ്പാണ്, ഇതൊക്കെ മാഫിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരും ഇവിടെ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വാക്സിനേഷൻ ഫെയിലിയറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു കടി കിട്ടിയ ഏരിയ നമ്മൾ എത്രത്തോളം തലയ്ക്ക് അടുത്തായിട്ടുള്ള റീജിയനിൽ കടി കിട്ടുന്നോ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാനുള്ള ചാൻസസ് അത്രയും കൂടുന്നുണ്ട്. ഈ ഒരു കുട്ടിക്ക് കഴുത്തിന് മുകളിലായിട്ടാണ് കടി കിട്ടിയിട്ടുള്ളത്. സോ അതൊരു കാരണമായേക്കാം, പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു വാക്സിൻ എടുക്കാൻ എന്തെങ്കിലും ഡിലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാക്സിനേഷൻ ഫെയിലിയർ ആകാനുള്ള ചാൻസസ് ഉണ്ട്. വാക്സിനേഷൻ ഓരോ ഡോസിനും ഇടയിലുള്ള ഇടവേള ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആളുകളിൽ വാക്സിനേഷൻ എഫക്റ്റീവ് ആകണമെന്നുമില്ല. പിന്നെ മറ്റൊരു പ്രധാനമായുള്ള കാരണം ഇതിന്റെ സ്റ്റോറേജ് ആണ്. ഈ ഒരു വാക്സിനേഷൻ സ്റ്റോർ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിലോ എന്തെങ്കിലും അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും വാക്സിനേഷൻ ഫെയിലിയർ ആകാനുള്ള ഒരു ചാൻസ് ആണ്. സോ നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതൊക്കെ സാധ്യതകളാണ്. സോ ബൈ.